വെൽക്കം ടു യമ്മി ടോക്സ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഡിഷാണ് ഞാൻ അവതരിപ്പിക്കുന്നത്, ഫിഷ് നിർവാണ. വളരെ ടേസ്റ്റിയും എന്നാൽ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡിഷാണിത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മീൻ വൈറ്റ് പോംഫ്രറ്റ് ആണ്. പലതരം മീനുകളിലും ഇവിടെ ആൾക്കാരെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നല്ലതായി. അതുപോലെ ഞാനും ഒരുപാട് മീൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് വൈറ്റ് പോംഫ്രറ്റിലാണ്. അതിനുശേഷം ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 hour ഒക്കെ വെക്കുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഫിഷ് ഷാലോ ഫ്രൈ ചെയ്യുക. ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു മൺചട്ടി വയ്ക്കുക, അതിനുള്ളിലേക്ക് ഒരു വാഴയില ഇറക്കി വയ്ക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും വെക്കുക. മൺചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാൻ വെച്ചാലും മതിയാകും. പിന്നെ മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നല്ലതായിട്ട് വരും. വറുത്തെടുത്ത മീൻ അതിനുള്ളിലേക്ക് വയ്ക്കുക. പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അതിലേക്ക് ഒഴിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കോക്കനട്ട് മിൽക്കിൽ ആ ഫിഷ് നന്നായിട്ട് മുങ്ങിയിരിക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചോപ്പ് ചെയ്തതും, കുറച്ച് പച്ചമാങ്ങ ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചോപ്പ് ചെയ്ത ജിഞ്ചർ, പച്ചമുളക് കീറിയത്, നന്നായി ഇത് തേങ്ങാപ്പാലിൽ മുങ്ങി തന്നെ ഈ മീൻ വേവണം. എന്നാലേ അതിൻ്റെ രുചിയും ഒക്കെ ആ വാഴയിലയിൽ മുങ്ങിയിരിക്കുന്ന ആ രുചിയെല്ലാം ആ മീനിലേക്ക് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുകളിലും എല്ലായിടത്തേക്കും അത് ഒറ്റിച്ച് കൊടുക്കുക. മീൻ ഒരുവിധം നന്നായി തിളച്ചതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വാഴയിലയുടെയും ആ വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാ ഒരു മണവും രുചിയും എല്ലാം ഈ അവസാന സമയത്ത് നല്ലതായിട്ട് വരും. കുറച്ച് കറിവേപ്പിലയും ഇട്ട് അടച്ചു വയ്ക്കുക. റെഡിയായ ഫിഷ് നിർവാണ അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും കുറച്ച് വെള്ള ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുതാരും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.